السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الذي علم القرآن وعلم الإنسان ما لم يعلم، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن والاه. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിശുദ്ധ ഖുർആൻ, പ്രവാചകൻ്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായി സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 152 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല ലോക ജനതയ്ക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹം, ലോകത്തിന് കാരുണ്യമായിക്കൊണ്ട് അല്ലാഹു അയച്ച പ്രവാചകനെന്ന നിഅമത്തിനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന അനുഗ്രഹത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് പറഞ്ഞത് ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. ആ അനുഗ്രഹത്തിന് നന്ദി എന്നോളം നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഒന്ന് ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കണം. മറ്റൊന്ന് പറഞ്ഞത് വഷ്കുറൂലി, നിങ്ങൾ എന്നോട് എന്ത് ചെയ്യണം? നന്ദി കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അനുഗ്രഹങ്ങൾ കിട്ടിയാൽ ഒരു വിശ്വാസി ചെയ്യേണ്ട കടമയാണ് അള്ളാഹുവിന് ആ അനുഗ്രഹം നൽകിയ അനുഗ്രഹദാതാവിന് എന്ത് ചെയ്യണം? നന്ദി കാണിക്കണം. എന്നാൽ അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു തആല പിന്നീട് പറയുകയാണ് 153-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ശുക്ർ ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ അല്ലാഹു സുബ്ഹാനഹു തആല യാ അയ്യുഹല്ലദീന ആമനു വിളിക്കണം. അല്ലയോ വിശ്വസിച്ചവരെ. സൂറത്തുൽ ബഖറയിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ച വിളികളിൽ 2-ാമത്തെ വിളിയാണേത്? 153-ാമത്തെ ആയത്തിലെ യാ അയ്യുഹല്ലദീന ആമനു. 1-ാമതായി യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ച് നമ്മൾ പഠിച്ചിരുന്നു മുമ്പ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇന വഖൂലു ഉൻദുർന വസ്മഉ വലിൽ കാഫിരീന അദാബുൻ അലീം. ആ വിഷയം നമ്മൾ മുമ്പ് പഠിച്ചതാണ്. 2-ാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ഖുർആനിൽ വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ. അപ്പോൾ ഈ വിളിയിൽ ആരോടാണ്? വിശ്വാസികളോടാണ്. ഈ ആയത്തിൽ പറയുന്ന, അല്ലെങ്കിൽ ഈ വിളിക്ക് ശേഷം പറയുന്ന കാര്യം ആരോടാണ് അല്ലാഹു പറയുന്നത്? വിശ്വാസികളോട്. അതാർക്ക് മാത്രമാണ് ബാധകമാവുക? വിശ്വാസികൾക്കാണ് ബാധകമാവുക. മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയായിരുന്നെങ്കിൽ അല്ലാഹ് എങ്ങനെ വിളിക്കും? യാ അയ്യുഹന്നാസ് എന്ന് വിളിക്കും. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനാണെങ്കിൽ ആ മതവിഭാഗത്തെ വിളിച്ചുകൊണ്ട് പറയും, അല്ലേ? യാ അയ്യുഹല്ലദീന ഹാദു എന്ന് വിളിക്കും, ജൂതന്മാരെ. ഇനി സത്യനിഷേധികളെ ആണെങ്കിൽ യാ അയ്യുഹൽ കാഫിറൂൻ, അയ്യുഹൽ കാഫിറൂൻ, ഓ സത്യനിഷേധികളെ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്ന വിഷയം ആർക്ക് മാത്രമാണ് ബാധകമാകുന്നത്? വിശ്വാസികൾക്കാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്? ഇസ്തഈനു, നിങ്ങൾ സഹായം തേടണം. ബിസ്സബ്രി വസ്സലാ, സബർ കൊണ്ടും നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും
നമസ്കാരം കൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. അപ്പോൾ ഇസ്തഈനു, എന്താണ് ഇസ്തഈനു എന്ന് പറഞ്ഞാൽ? സഹായം തേടുക എന്നാണ്. ഇസ്തആന എന്ന വാക്കിൽ നിന്നാണ്, അതിൻ്റെ അംറാണ് എന്ത്? ഇസ്തഈനു. ആ വേർഡ് നമുക്കൊന്ന് എഴുതണം. നമ്മൾ ഒരുപാട് കേട്ട് പഠിച്ച ഒരു വാക്കാണ് ഏത്? ഇസ്തആന. ഇസ്തആന, ഇസ്തആന കാണുന്നുണ്ടോ? ആയിട്ടില്ല, ഒറ്റ മിനിറ്റ്. ഓക്കെ അല്ലേ? യസ്തഈനു, ഇസ്തആന എന്ന് പറഞ്ഞാൽ സഹായം ചോദിച്ചു. യസ്തഈനു സഹായം ചോദിക്കുന്നു, അല്ലെങ്കിൽ സഹായം ചോദിക്കും. ഇസ്തിആനത്ത് അതിൻ്റെ മസ്ദറാണ്. ഇസ്തിആനത്ത്, ഇസ്തിആനത്ത്. ശരിക്കും ഈ വേർഡിൻ്റെ അസ്ൽ എന്താണ്? ഔൻ എന്നാണ്. എന്താണ്? ഔൻ, സഹായം. എന്താണ്? ഔൻ, ഔൻ സഹായം എന്നാണ്. ആ സഹായം തേടുന്നതാകുമ്പോൾ അത് ഏത് ഫോമിലേക്ക് മാറും? ഇസ്തആന ഫോമിലേക്ക് മാറും. മനസ്സിലായില്ലേ? ഇപ്പോൾ അനുമതി, പെർമിഷൻ, ഇതിനെന്നാണ് പറയുക. ഇതിന് എന്നാണ് പെർമിഷന് പറയുക, ഇദ്നുൻ. എന്നാൽ പെർമിഷൻ തേടുക, പെർമിഷൻ ആവശ്യപ്പെടുന്നതിന് എന്താ പറയുക? ഇസ്തഅ്ദന എന്നാ പറയുക. എന്താ പറയുക? ഇസ്തഅ്ദന. അപ്പോൾ ഒരു കാര്യം തേടുക അല്ലെങ്കിൽ ചോദിക്കുക എന്നതിലേക്ക് മാറ്റാൻ വേണ്ടി അറബി ഗ്രാമറിൽ ഒരു ഫോമാണ് ഇസ്തഫ്അല എന്ന് പറയുന്ന വസ്ന്. ഇസ്തഫ്അല, അതിലേക്ക് ഏത് വേർഡ് മാറ്റിയാലും അത് തേടലാകും. എന്താവും? ചോദിക്കലാവും, ആവശ്യപ്പെടലാവും. ഓക്കെ. അപ്പോൾ ഇവിടെ ഇസ്തആന എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായം തേടി. ഇസ്തആന, യസ്തഈനു സഹായം തേടുന്നു. ഇസ്തിആനത്ത് സഹായത്തേട്ടം. ഇസ്തആനത്ത് എന്താണ്? സഹായത്തേട്ടം. എന്നാൽ ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇസ്തിഗാസ. എന്താണ്? ഇസ്തിഗാസ. നമ്മൾ കുറേ കേട്ട വിവാദമായൊരു പദമാണ് ഇസ്തിഗാസ. ഇസ്തിഗാസ. ഇതിൻ്റെ അസ്ലെന്ന് പറഞ്ഞാൽ ഗൈസാണ്, അല്ലെങ്കിൽ ഗൗസ്, സഹായം. ഈ സഹായത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് അങ്ങേയറ്റം പ്രതിസന്ധി ഘട്ടത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ്. എടങ്ങേറായി നിൽക്കുന്ന സമയത്തുള്ള ചോദ്യം ഉണ്ടല്ലോ, ആ സമയത്തെ ചോദ്യത്തിനാണ് എന്ത് പറയുക? ഇസ്തിഗാസ എന്ന് പറയുക. ഇസ്തിഗാസ, യസ്തഗീസു, യസ്തഗീസു, ഇസ്തിഗാസതൻ, ഇസ്തിഗാസതൻ. ഓക്കെ. അപ്പോൾ ഇസ്തിആനയും ഇസ്തിഗാസയും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്ന് നമ്മൾ സാധാരണ ചോദിക്കുന്ന സഹായതേട്ടം. ഇസ്തിഗാസയോ എടങ്ങേറി നിൽക്കുമ്പോൾ ചോദിക്കേണ്ട ചോദ്യം. നമ്മുടെ നാട്ടിലെ കുറച്ച് ആളുകൾ എടങ്ങേറി നിൽക്കുമ്പോൾ ചോദിക്കേണ്ട ചോദ്യം ആരോട് ചോദിക്കാം? അല്ലാഹ് എല്ലാത്തവരോടും ചോദിക്കാമെന്നാണ് അവരുടെ വാദം. അപ്പോൾ അതിൻ്റെ ഭാഷാപരമായ അർത്ഥം പഠിച്ചാൽ തന്നെ വിവരമുള്ളവന് മനസ്സിലാവും ഈ രണ്ട് ചോദ്യങ്ങൾ ആരോട് മാത്രമേ പാടുള്ളൂ? അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. ഇനി നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ. നിങ്ങൾ അള്ളാഹിനോട് സഹായം ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ്? സബറും നമസ്കാരവും. ഇതിന് സമാനമായ ഒരു ആയത്ത് മുമ്പ് പഠിച്ചിരുന്നു, സൂറത്ത് ബഖറയിൽ തന്നെ. വസ്തഈനു ബിസ്സബ്രി വസ്സലാ
വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അവിടെ നമ്മൾ കുറച്ച് ഭാഗം വിശദീകരിച്ചിരുന്നു. നോക്കൂ, അള്ളാഹുവിൻ്റെ സഹായം നേടിയെടുക്കാൻ അള്ളാഹു നിശ്ചയിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന് സബറും, 2 നമസ്കാരവും. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, എങ്ങനെ അള്ളാഹിൻ്റെ സഹായം കിട്ടും? അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, 2 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായാൽ മതി. ഒന്നെന്താണ്? സബറാണ്. മറ്റൊന്ന് നമസ്കാരമാണ്. സബർ ഒരു മനുഷ്യനില്ലെങ്കിൽ ഒരു മനുഷ്യന് ദുനിയാവിൽ ജീവിക്കാനും പറ്റൂല, അവന് ജീവിതത്തിൽ വിജയിക്കാനും കഴിയില്ല. അപ്പോൾ ഒരു മനുഷ്യൻ്റെ വിജയത്തിൻ്റെ നിദാനമാണ് സബർ, ക്ഷമയുണ്ടാവുക എന്നുള്ളത്. നമുക്കറിയാം, ഈ ഭൂമിയിലെ ഏത് സംഗതി നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അള്ളാഹു അതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു കുട്ടി ഇവിടെ പിറക്കണമെങ്കിൽ ആ കുട്ടി ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വളരാൻ ഒരു സമയമുണ്ട്. ഒരു ചെറിയ വിത്ത് ഈ ഭൂമിയിൽ മുളച്ച് പൊന്തി അത് വലിയൊരു വൃക്ഷമായി അതിൽ നിന്ന് കായ്ക്കനികൾ വരാൻ ഒരു സമയമുണ്ട്. ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ കൃഷിയുടെ വിളവെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന സമയം ക്ഷമയുടെ കാലമാണ്. ഒരു ഉമ്മ തൻ്റെ കുട്ടി പ്രസവിച്ച് തനിക്ക് കാണാൻ ആഗ്രഹിക്കുന്നത് അത് ക്ഷമയുടെ കാലമാണ്. അപ്പം ക്ഷമയില്ലാതൊരു മനുഷ്യനിവിടെ എന്ത് ചെയ്യാൻ പറ്റൂല? ജീവിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ക്ഷമയെ അള്ളാഹുവിൻ്റെ സഹായം നേടിയെടുക്കാനുള്ള ഒരു സബബാക്കിയിരിക്കുന്നു. രണ്ടാമത്തെ എന്താണ്? അസ്സലാത്ത്, നമസ്കാരമാണ്. നോക്കൂ, എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിനെ ഇവിടെ കൊണ്ടുവന്നത്? ഈ ആയത്തിനെ ഇവിടെ കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം? ശുക്ർ ചെയ്യണം. അപ്പം അനുഗ്രഹങ്ങൾ കിട്ടിയാൽ ശുക്ർ ചെയ്യണം. നേരെ തിരിച്ച് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ് വരുന്നതെങ്കിലോ ക്ഷമിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അജബൻ ലിൽ മുഅ്മിൻ, അല്ലെങ്കിൽ അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ കാര്യങ്ങളും ഏതവസ്ഥയും അവൻ അവസാനം പര്യവസാനിക്കുന്നത് എന്തിലാണ്? ഖൈറിലാണ്. വലൈസ ദാക ലി അഹദിൻ ഇല്ലൽ മുഅ്മിൻ, മുഅ്മിനല്ലാതെ അങ്ങനെ ഒരു ചാൻസ് കിട്ടൂല. മുഅ്മിനല്ലാതെ ഇങ്ങനെ ഒരു അവസരം ഇല്ലാന്ന്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചത്. അല്ലയോ വിശ്വസിച്ചവരെ. കാരണം ഒരു വിശ്വാസിക്ക് അവൻ്റെ ഏതവസ്ഥയിലും അവന് ഖൈറാവുക എന്നുള്ളത് വിശ്വാസിക്ക് മാത്രം കിട്ടുന്നൊരു യോഗ്യതയാണ്. എന്തുകൊണ്ടാണ്? ഇന്ന സ്വാബത്തുഹു സറാ, അവനൊരു സന്തോഷകരമായ കാര്യമുണ്ടായാൽ ശകറ, അവൻ നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അവനത് ഖൈറാണ്. വ ഇന്ന സ്വാബത്തുഹു ളറാ, ഇനി അവനൊരു പ്രയാസകരമായ കാര്യമാണ് ഉണ്ടാകുന്നതെങ്കിലോ ഫസ്സബറ, അവനപ്പോൾ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അതവൻ എന്തായിത്തീരും? നന്മയായിത്തീരും. അപ്പം അനുഗ്രഹങ്ങൾ കിട്ടിയാലും പരീക്ഷണങ്ങൾ ബലാഉകൾ വന്നാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണത്? ഖൈറാണ്. എത്രത്തോളം? ഒരു വിശ്വാസിയുടെ കാലിൽ കുത്തുന്ന ഒരു മുള്ളു പോലും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ എന്തു ചെയ്യും? കാരണമാകുന്നതാണ്. അപ്പോൾ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവുക എന്നത് ഒരു മനുഷ്യൻ്റെ കുറവൊന്നുമല്ല. പിന്നെന്താണ്? ഒരു മനുഷ്യനെ അള്ളാഹു അവൻ്റെ ദറജ വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തു ചെയ്യും? അവന് സബർ കൊടുക്കുമെന്നാണ്. ഒരു മനുഷ്യൻ്റെ ഈമാനിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി എന്തു ചെയ്യും? സബർ കൊടുക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പാവപ്പെട്ടവരായ കുറച്ച് ആളുകൾ വന്നിട്ട് നബിയോട് ചോദിച്ചു. നബിയോട് എന്ത് ചെയ്തു? ദാനം ചോദിച്ചു, നബി കൊടുത്തു. വീണ്ടും അവർ ചോദിച്ചു, നബി കൊടുത്തു. വീണ്ടും അവർ ചോദിച്ചു, നബി കൊടുത്തു. എത്രത്തോളം? നബിയുടെ കയ്യിൽ ഉള്ളത് തീരുന്നത് വരെ നബി എന്ത് ചെയ്തു? കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില വാക്കുകൾ പറഞ്ഞു. ആരെങ്കിലും വമയസ്തഅഫിഫ് യുഇഫഹല്ലാഹ്, ആരെങ്കിലും സ്വയം പരിശുദ്ധി പ്രാപിക്കാൻ നോക്കിയാൽ അള്ളാഹു അവൻ എന്ത് ചെയ്യും? പരിശുദ്ധി കൊടുക്കും. വമയസ്തഇൻ ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനോട് സഹായം ചോദിച്ചാൽ, അല്ലെങ്കിൽ വമയസ്തഇൻ ലില്ലാഹ്, അള്ളാഹുവിൽ ആരെങ്കിലും സഹായം തേടിയാൽ, അല്ലെങ്കിൽ സഹായം തേടിയാൽ അള്ളാഹുവിന് സഹായം കൊടുക്കും. വമയസ്തഇൻ ബില്ലാഹ്, ആരെങ്കിലും സ്വയം ധന്യനാകാൻ നോക്കിയാൽ അള്ളാഹുവിന് എന്ത് ചെയ്യും? ധന്യനാക്കും. വമയതസബ്ബർ, ആരെങ്കിലും സബർ ക്ഷമ കൈക്കൊണ്ടാൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല യുസബ്ബിറുഹുല്ലാ, അല്ലാഹു അവന് ക്ഷമ എന്ന വലിയ ഒരു സ്വഭാവം അവന് നൽകുമെന്നാണ്. അപ്പം ക്ഷമ എന്നത് നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കേണ്ട ഒരു സംഗതിയാണ്. അത് ജനിക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യൂല, കിട്ടൂല. പലരും അക്ഷമനാകും. ആ ക്ഷമ എന്ത് ചെയ്യണം, ട്രെയിൻ ചെയ്തെടുക്കണം. നമ്മളതുകൊണ്ടാണ് മൂസാ നബിയുടെ ചരിത്രം മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അക്ഷമനാണ്, പെട്ടെന്ന് ചോദ്യം ചോദിക്കും, ക്ഷമയില്ല. മൂസാ നബി പെട്ടെന്ന് പ്രതികരിക്കും. ഇപ്പം മൂസാ നബിയെ ക്ഷമയുള്ളവനാക്കാൻ അള്ളാഹു എടുത്ത രീതി നമ്മളൊന്ന് പഠിച്ചാൽ, മെത്തഡോളജി ഒന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ക്ഷമ എന്നത് ജീവിതത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ച് നേടിയെടുക്കേണ്ട ഒരു ദറജയാണ്. അതുകൊണ്ടാണ് മൂസാ നബിയെ മദീനിലേക്ക് അള്ളാഹു പറഞ്ഞയച്ചത്. മദീനിൽ ചെന്ന് അള്ളാഹു എന്തു കൊടുത്തു? ഒരു നല്ല ഇണയെ കൊടുത്തു, കുടുംബം കൊടുത്തു. പക്ഷെ മദീനിലെ പണി എന്തായിരുന്നു? 10 കൊല്ലം ആട് മേയ്ക്കലായിരുന്നു. 10 കൊല്ലം ആട്ടും കുട്ടികളെ മേയ്ക്കണമെങ്കിൽ എന്തു വേണം? ക്ഷമ വേണം. നമുക്ക് 2 or 3 മക്കളുണ്ടായാൽ നമ്മളെന്താ പറയുക? പടച്ചനെ ഒരെണ്ണം മതി ക്ഷമ പഠിക്കാനെന്ന് പറയും. അല്ലെങ്കിൽ 2 എണ്ണം മതി, 3 എണ്ണം മതി, ഇനി കൂടുതലൊന്നും വേണ്ട, പടച്ചോ നമ്മളെ ക്ഷമ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറയും, അല്ലേ? ഇതൊരു വലിയ ആട്ടിൻ കൂട്ടത്തെ 10 കൊല്ലം ട്രെയിൻ ചെയ്യിക്കാൻ. എന്താ? ഇനി വരാൻ പോണത് ഒരു വലിയ ജനവിഭാഗമാണ്. ഇടക്കിടക്ക് കുതറിപ്പോകും, ചേർത്തിപ്പിടിക്കണം, ഇടക്ക് ചാടിപ്പോകും. എല്ലാത്തിനെയും ഒരുമിപ്പിച്ച് സംഘമായി കൊണ്ടുപോകാൻ ഒരു പ്രവാചകന് കഴിയണം. അതിന് 10 കൊല്ലം ട്രെയിൻ ചെയ്യിച്ചു എന്നാണ്. 10 കൊല്ലം ഒന്നാലോചിച്ച് നോക്ക്. എന്നിട്ടാണ് മൂസാ നബിയെ ഫിറൗൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചത്. അപ്പം ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കേണ്ട ഒരു സംഗതിയാണ്. അങ്ങനെ ആരെങ്കിലും ക്ഷമിക്കാൻ തയ്യാറായാൽ വമയ്യതസബ്ബർ യുസബ്ബിറുഹുല്ലാ, അള്ളാഹു അവനെ ക്ഷമിപ്പിക്കുമെന്ന്. എന്നുവെച്ചാൽ ക്ഷമിക്കാനുള്ള കഴിവ് അവൻ എന്ത് ചെയ്യും? അള്ളാഹു കൊടുക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഹദീസിൻ്റെ അവസാനം പറയുന്ന വാക്ക് എന്താണെന്നറിയോ? അള്ളാഹു ഒരു മനുഷ്യന് ഏറ്റവും വിശാലമായി നൽകുന്ന അത്താ, ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? വമാ ഉഅതിയ അഹദുൻ അതാഅൻ ഖൈറൻ ലഹു വഔസഅ മിനസ് സബ്ർ, സബ്റിനേക്കാൾ വിശാലമായ, സബ്റിനേക്കാൾ ഖൈറായ ഒരു അത്താ, ഒരു ദാനം അള്ളാഹു ഒരാൾക്കും നൽകിയിട്ടില്ല എന്നാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വിജയത്തിൻ്റെ ഭാഗമാണെന്ത്? സബ്ർ. എല്ലാ പ്രവാചകന്മാരും കാത്തിരുന്നതിന് ശേഷമാണ് എന്തുണ്ടായത്? വിജയമുണ്ടായത്. അപ്പോൾ ഒരു കാത്തിരിപ്പിന് എന്തു വേണം? ക്ഷമ വേണം. നോക്കൂ എത്ര ഹദീസുകൾ. നോക്കൂ, സബറുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി നമ്മൾ പഠിച്ചിരിക്കേണ്ടത് സബറിനെ 3 പണ്ഡിതന്മാർ തരംതിരിച്ചിരിക്കുന്നു എന്നാണ്. എന്താണ്? 3. അത് നമുക്കൊന്ന് എഴുതണം. സബറിൻ്റെ അൻവാഉകൾ. സബർ എന്ന് പറഞ്ഞാൽ കേവലം രോഗമോ പരീക്ഷണങ്ങളോ ബാധിക്കുമ്പോൾ മാത്രമുള്ളതല്ല സബർ. മറിച്ച് സബറിന് ചില അൻവാഉകളുണ്ട്. നമുക്ക് അതിന് ഹെഡിങ് കൊടുക്കേണ്ടത് അൻവാഉ സബ്ർ എന്നാണ്. അൻവാഉ സബ്ർ, അൻവാഉ സബ്ർ. ഒന്നാമത്തത് അസ്സബ്റു അലാ ത്വാഅത്തില്ലാ, അസ്സബ്റു അലാ ത്വാഅത്തില്ലാ. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ എന്തു വേണം? ക്ഷമയുണ്ടാകണം. രണ്ടാമത്തത് അസ്സബ്റു അൻ മഹാരിമില്ലാ, മൂന്നാമത്തത് അസ്സബ്റു അലാ അഖ്ദാരില്ലാ, അഖ്ദാരില്ലാ, അതായത്
അല മസാഇബില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, 3 അൻവാകൾ. ഒന്ന് അസ്വബ്റു അലാ ത്വാഅത്തില്ല, അള്ളാനെ അനുസരിക്കുന്നതിൽ എന്തു വേണം? ക്ഷമ വേണം. നമ്മൾ ഏത് അമല് ചെയ്യുമ്പോഴും ക്ഷമ ഉണ്ടാകണം. നമസ്കാരത്തിന് എന്തു വേണം? ക്ഷമ വേണം. അള്ളാനെ ആരാധിക്കുന്നിടത്ത് അള്ളാഹ് എന്താ പറയുക? ഫഅ്ബുദുഹു വസ്തബിർ ലിഇബാദത്തിഹി. നിങ്ങൾ അള്ളാനെ ആരാധിക്കണം, നിങ്ങൾ ക്ഷമയോടെ നിങ്ങൾ അതിലെന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. അപ്പം അള്ളാനെ ആരാധിക്കുന്നതിലും അനുസരിക്കുന്നതിലും എന്തുണ്ടാകണം? ക്ഷമ ഉണ്ടാകണം. ഉദാഹരണത്തിന് നമ്മൾ നോമ്പെടുക്കുന്നു, ആ നോമ്പ് അള്ളാഹുവിനെ അനുസരിക്കലാണ്. അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാകേണ്ടത് എന്താണ്? ക്ഷമയാണ്. ഹജ്ജ് ചെയ്യുന്നു, ഹജ്ജിന് എന്താ വേണ്ടത്? ശാരീരികമായി പ്രയാസങ്ങൾ ഉണ്ടാവും, ക്ഷമിക്കേണ്ടി വരും. അപ്പോൾ ഏതൊരു അമല് ചെയ്താലും അതിലെന്തുണ്ടാകണം? ക്ഷമയുണ്ടാകണം. രണ്ടാമത്തേത് അസ്വബ്റു അൻ മഹാരിമില്ല, അള്ളാഹു ഹറാമാക്കിയതിനെ തൊട്ട് നമുക്ക് എന്തുണ്ടാകണം? അതിൽ നിന്ന് അകന്ന് നിൽക്കാൻ ക്ഷമയുണ്ടാകണം. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അങ്ങേറ്റം ശ്രമകരമായ ക്ഷമയെന്ന് പറയണത് രണ്ടാമത്തെ കാര്യമാണ്. ഒരു തിന്മയിൽ നിന്നൊരു മനുഷ്യന് മാറി നിൽക്കാനുള്ള ക്ഷമ, അതവൻ്റെ ദേഹേച്ഛയോടുള്ള പോരാട്ടമാണ്, ജിഹാദാണെന്നാണ്. ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ദേഹേച്ഛയോടുള്ള ജിഹാദാണെന്നാണ്. ജിഹാദ് പഠിപ്പിക്കുമ്പോൾ ആദ്യം പഠിപ്പിക്കേണ്ട ജിഹാദ് ഏതാണ്? സ്വന്തം നഫ്സിനോടുള്ള ജിഹാദ്. ദേഷ്യം വരുമ്പോൾ അടക്കി നിർത്താൻ കഴിയുന്ന ജിഹാദ്. തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ആ തിന്മയെ തടുത്തു നിർത്താൻ കഴിയുന്ന ജിഹാദ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് വേണ്ട ഒന്നാണ് അസ്വബ്റു അൻ മഹാരിമില്ല. മൂന്നാമത്തേത് അസ്വബ്റു അലാ അഖ്ദാരില്ല, അള്ളാഹുവിൻ്റെ ഖദറിലുള്ള ക്ഷമ. അള്ളാഹു എന്താണോ ഖദറാക്കണത് അതിലുള്ള ക്ഷമ. അത് പണ്ഡിതന്മാർ പറയുന്ന മസായിബുള്ള അള്ളാഹിൻ്റെ പരീക്ഷണങ്ങളെന്നാണ്. ബലാ ഉള്ള അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങൾ സാമ്പത്തികമാകാം, ശാരീരികമാകാം, മാനസികമാകാം. അങ്ങനെ എന്തെല്ലാം പരീക്ഷണങ്ങളുണ്ടോ അതിലെല്ലാം ക്ഷമിക്കാൻ കഴിയണം. ഇപ്പം 3 അൻവാകളായി പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ നൗഉകളാക്കിയിട്ടുണ്ട്, വിഭാഗമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. അസ്സബ്റു അലാ ത്വാഅത്തില്ല, അസ്സബ്റു അൻ മഹാരിമില്ല, അസ്സബ്റു അലാ അഖ്ദാരില്ല, അല്ലെങ്കിൽ മസായിബില്ല. ഓക്കെ, ഇനി നോക്കൂ, നമുക്കറിയാം ഈ സബറുമായി ബന്ധപ്പെട്ട് ഈ ആയത്തിന് മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ല ഈ ആയത്തുമായി ബന്ധപ്പെട്ടൊരു വലിയ തഫ്സീർ കൊടുത്തിട്ടുണ്ട്. സബറിൻ്റെ അൻവാകൾ, സബർ അല്ല എന്തിനോടൊക്കെ ചേർത്തി പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ ഖുർആനിൽ 90ഓളം സ്ഥലങ്ങളിൽ സബറിനെ പറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു. സബർ എന്ന വാക്കിനെ അള്ളാഹു 90 സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ല പറയുകയാണ്. അദ്ദേഹം പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ആയത്തിൽ സബറിനെ ചേർത്തി പറഞ്ഞത് എന്തിനോടാണ്? ബി അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ റുക്കിനോടാണ്. ഇസ്ലാം കാര്യങ്ങൾ രണ്ടാമത്തെ നമസ്കാരത്തോടാണ് അള്ളാഹു ചേർത്തി പറഞ്ഞത്. വ മഖാമാത്തിൽ ഈമാൻ, ഈമാനിനോടാണ് അള്ളാഹു എന്ത് ചെയ്തത്? ചേർത്തി പറഞ്ഞത്. അപ്പം ഈമാനിനോടും ഇസ്ലാമിനോടും ചേർത്തി പറഞ്ഞ ഏക സവിശേഷമായ ഗുണമാണെന്ത്? സബർ. മാത്രമല്ല അദ്ദേഹം പറയുന്നു, അള്ളാഹു ഈ ക്ഷമയെ വഖറനഹു ബിൽ അഅമാലി സ്വാലിഹ ഉമൂമൻ, അതായത് ക്ഷമയെ സ്വാലിഹ് അഅമാലു സ്വാലിഹത്തിനോടൊപ്പം ചേർത്തി പറഞ്ഞു. എവിടെയാണ്? ഇല്ലല്ലദീന സബറു വഅമിലു സ്വാലിഹാത്ത്, ക്ഷമിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ. അപ്പോൾ സൽക്കർമ്മം പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ക്ഷമ വേണം. പിന്നെ അദ്ദേഹം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ തഖ്വയോട് ചേർത്തി പറഞ്ഞു. ഇന്നഹു മയ്യത്തഖി വയസ്ബിർ, ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ക്ഷമിക്കുകയും ചെയ്താൽ, അപ്പം തഖ്വയുടെ കൂടെ എന്ത് വന്നിട്ടുണ്ട്? ക്ഷമ വന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നു, ഇതിനെ ശുക്റിനോട് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഫിദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ, അങ്ങേയറ്റം നന്ദി കാണിക്കുന്നവരും ക്ഷമിക്കുന്നവർക്കും എന്ന് പറഞ്ഞു. അപ്പം നന്ദിയോടൊപ്പം എന്തിനെ പറഞ്ഞു? ക്ഷമയെ പറഞ്ഞു. ഇനി നോക്കൂ, ഹക്കിനോടൊപ്പം പറഞ്ഞു, സത്യത്തോടൊപ്പം പറഞ്ഞു. വതവാസൗ ബിൽ ഹഖി
വതവാസൗ ബിസ്സബ്ർ. റഹ്മത്ത് കാരുണ്യത്തോടൊപ്പം പറഞ്ഞു വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമ. പിന്നെയോ സിദ്ഖ് സത്യസന്ധതയോടൊപ്പം പറഞ്ഞു വസ്സാദിഖീന വസ്സാദിഖാതി വസ്സാബിരീന വസ്സാബിറാത്ത്. പിന്നെയോ തീർന്നില്ല, യഖീനിനോടൊപ്പം പറഞ്ഞു, ദൃഢവിശ്വാസത്തോടൊപ്പം പറഞ്ഞു. എന്താണ്? ലമ്മാ സബറു വകാനു ബിആയാതിനാ യൂഖിനൂൻ. അവരടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്, അതോടൊപ്പം അവരാരാണ്? ക്ഷമിക്കുന്നവരാണ്. അപ്പം ക്ഷമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം പ്രവർത്തനങ്ങളോടാണ് ചേർത്തി പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ നന്മകൾ ഖുർആൻ പറഞ്ഞോ ആ നന്മകളോടൊപ്പമൊക്കെ അള്ളാഹ് പറഞ്ഞ എന്താണ്? സബർ. അപ്പം സബർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഭാഗമാണ്. മാത്രമല്ല, മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞ ഒരു വാചകം ശ്രദ്ധേയമാണ്. അസ്സബ്റു ഫിൽ ഖുർആനി ഫീ നഹ്വി 90 മൗളിഅൻ. ഖുർആനിൽ സബറിനെ 90 സ്ഥലങ്ങളിൽ അള്ളാഹു പ്രതിപാദിച്ചു. വഹുവ വാജിബുൻ ബിഇജ്മാഇൽ ഉമ്മ. ഉമ്മത്തിന്റെ ഇജ്മാ ഉണ്ട്, ക്ഷമ എന്നത് വാജിബാണ്, നിർബന്ധമായും ഉണ്ടാകേണ്ട ഒന്നാണ്. വഹുവ നിസ്ഫുൽ ഈമാൻ. അത് ഈമാനിന്റെ പകുതിയാണ്. ഫഇന്നൽ ഈമാന നിസ്ഫാനി. ഈമാൻ എന്ന് പറഞ്ഞാൽ 2 പകുതികളാണ്. നിസ്ഫു സബ്രിൻ, ഒന്ന് ക്ഷമയുടെ പകുതിയാണ്. വനിസ്ഫു ശുക്രിൻ, പിന്നൊന്ന് നന്ദി കാണിക്കുന്നതിൻ്റെ പകുതിയാണ്. അങ്ങനെ ശുക്റും സബറും ഒരുമിച്ച് വന്നാൽ ഒരു മനുഷ്യന് ഈമാൻ പൂർണ്ണമായും ലഭിക്കുന്നതാണ്. അപ്പം ഈമാനിൻ്റെ 2 ഭാഗം, ഒന്നെന്താണ്? സബറാണ്, മറ്റൊന്ന് ശുക്റാണ്. ആരാണിത് പറഞ്ഞത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ. സഹോദരങ്ങളെ, എത്ര അർത്ഥവത്തായ വാക്കുകളാണ്, എത്ര സത്യമാണ്, എത്ര യാഥാർത്ഥ്യമാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ ഈമാനെ അല്ലാഹ് പരീക്ഷിക്കുന്നത് ഈ 2 ഭാഗങ്ങൾ കൊണ്ടാണ്. അനുഗ്രഹങ്ങൾ കൊടുത്തു നോക്കും, അവൻ ശുക്ർ ചെയ്യുമോ എന്ന് നോക്കും. അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുത്തു നോക്കും, അവൻ ക്ഷമിക്കുമോ എന്ന് നോക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പിന്നെയും പറഞ്ഞു, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയാണ്, ഏകദേശം 16ഓളം നൗഉകളായി, 16ഓളം വിഭാഗങ്ങളായി ക്ഷമയെ അല്ലാഹ് പറഞ്ഞു എന്നാണ്. 16 വിഭാഗങ്ങളായി. അദ്ദേഹം ആ ഒരു ആയത്തിന് മാത്രം തഫ്സീർ കൊടുത്തത് ഖുർആൻ കൊണ്ട് മാത്രമാണ്. ഖുർആൻ കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? അതിനെ തഫ്സീർ ചെയ്യാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ ക്ഷമിക്കാൻ, പ്രവാചകന്റെ ദഅവത്തിന്റെ വിഷയത്തിൽ ക്ഷമിക്കാൻ പറഞ്ഞു. അതേപോലെ തന്നെ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ പറഞ്ഞു. വബശ്ശിരി സ്വാബിരീൻ, ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്ഷമയുള്ളവർക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ക്ഷമയുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറഞ്ഞ എല്ലാത്തിനെയും അദ്ദേഹം ഒരുമിപ്പിച്ച് ജംഅ ചെയ്തിട്ട് പറയുന്നു, 16ഓളം നൗഉകളായി ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് പ്രതിപാദിച്ചിട്ടുണ്ടെന്നാണ്. ഇനി മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു വാചകം നമുക്ക് കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഖാല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖൈറു ഐഷിൻ അദ്റക്നാഹു ബിസ്സബ്ർ. നാം നേടിയെടുത്ത ഏറ്റവും നല്ല ജീവിതം, ജീവിതങ്ങളിൽ ഏറ്റവും നല്ല ജീവിതം ക്ഷമ കൊണ്ട് നേടിയെടുത്ത ജീവിതമാണ്. ക്ഷമ കൊണ്ട് നേടിയെടുത്ത, സഹനം കൊണ്ട് നേടിയെടുത്ത ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം. നമുക്ക് ക്ഷമിച്ചൊരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട്, എടുത്തു പറയാറുണ്ട്, നല്ലൊരു കാലഘട്ടം നമ്മൾ കഴിഞ്ഞുപോയി, പരീക്ഷണത്തിൻ്റെ. അന്നൊക്കെ നമ്മൾ ക്ഷമിച്ച് സഹിച്ച് നിന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തെ പറയുമ്പോൾ നമുക്കൊരു മനസ്സിന് വേദനക്കപ്പുറം നമുക്ക് എന്തുണ്ടാകും? ഒരു സംതൃപ്തി ഉണ്ടാവും. അന്ന് നമുക്ക് ക്ഷമിച്ച് പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞല്ലോ, അതുകൊണ്ടാണല്ലോ റബ്ബി അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് നൽകിയത് എന്ന് തിരിഞ്ഞു നോട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ സഹോദരങ്ങൾ, നമ്മുടെ നിഅമത്തുകൾ അറിയണമെങ്കിൽ നമ്മൾ മുമ്പ് പരീക്ഷിക്കപ്പെട്ടതും അതിനുവേണ്ടി ക്ഷമിച്ചതൊക്കെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ ഇപ്പോൾ അനുഗ്രഹത്തിലാണെന്ന് എന്ത് ചെയ്യും? നമുക്ക് ബോധ്യപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് യഥാരൂപത്തിൽ ക്ഷമിക്കാനും ശുക്ർ ചെയ്യാനും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പം ക്ഷമ എന്നുള്ളത് നമ്മുടെ ഒരു മുഖമുദ്രയാകണം. ദേഷ്യം വരുമ്പോൾ എന്തുണ്ടാകണം? ക്ഷമ ഉണ്ടാകണം. മഹാനായ യൂനുസ് നബിയുടെ ചരിത്രം നമുക്കറിയാം. യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പോയത് ഇദ്ദഹബ മുഗാദിബൻ എന്നാണ് പറഞ്ഞത്. കോപിച്ചുകൊണ്ട് പോയിന്നാ, ദേഷ്യപ്പെട്ടുകൊണ്ട് പോയിന്നാ. അള്ളാഹുവിൻ്റെ ദൗത്യം, അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ അദ്ദേഹം എന്ത് ചെയ്തു? പാതി വഴിക്ക് ഉപേക്ഷിച്ചു വന്നാണ്. അദ്ദേഹത്തിന് സബർ നഷ്ടപ്പെട്ടു പോയി. ഈ ചരിത്രം ആരോടാണ് അള്ളാഹു പറയണത്? നബിയോട് പറയാണ്.
നബിയെ താങ്കൾ ദന്നൂനിനെ പോലെയാകരുത്, യൂനുസ് നബിയെ പോലെയാകരുത്. അതായത് അക്ഷമനാകുന്ന സമയങ്ങളുണ്ടാകും, പക്ഷെ ക്ഷമിക്കണം. പ്രവാചകനോട് എത്ര തവണ അല്ലാഹ് പറഞ്ഞറിയോ, ഫസ്ബിർ, പ്രവാചകരെ താങ്കൾ ക്ഷമിക്കൂ. അവരുടെ വാക്കിൻ്റെ മേൽ ഫസ്ബിർ അലാ മാ യഖൂലൂൻ, അവർ പറയുന്ന വിഷയത്തിൽ താങ്കൾ ക്ഷമിച്ചോ. അപ്പോൾ പല ആക്ഷേപങ്ങളുണ്ടാകും, പല വിമർശനങ്ങളുണ്ടാകും. ആദ്യം നമുക്കുണ്ടാകേണ്ടത് എന്താ? ക്ഷമിക്കലാണ്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, എന്നിട്ട് പറയാണ് താങ്കളുടെ റബ്ബിനെ എന്ത് ചെയ്തോ? സ്തുതിച്ചോ, തസ്ബീഹ് ചെയ്തോ. ഇതാണ് ആ ആക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും നൽകാനുള്ള ഏറ്റവും നല്ല മറുപടി. അപ്പോൾ പ്രബോധകൻ എന്ന നിലക്ക് നമുക്ക് എന്തുണ്ടാകണം? ക്ഷമയുണ്ടാകണം. മഹാനായ നൂഹ് നബിയുടെ ക്ഷമയെപ്പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പ്രവാചകൻ. ഇബ്രാഹിം നബിയുടെ ക്ഷമയെപ്പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അല്ലേ? അയ്യൂബ് നബിയുടെ ക്ഷമയെപ്പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. യൂസുഫ് നബി ജയിലിൽ കിടന്ന കാലഘട്ടത്തിൽ ക്ഷമിച്ച ആ ക്ഷമയെപ്പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് പ്രവാചകന്മാരുടെ ചരിത്രം മുഴുവൻ നമുക്ക് പഠിപ്പിച്ചിരുന്ന എന്താണ്? ക്ഷമയുടെ പാഠങ്ങളും ക്ഷമയില്ലായ്മ സംഭവിച്ചാലുള്ള പാഠങ്ങളുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പാഠങ്ങൾ പഠിച്ച് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറയണം, വസ്സലാത്ത്, നമസ്കാരം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സഹായം തേടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ നബി എന്ത് ചെയ്യായിരുന്നു? ഉടനെ നമസ്കരിക്കും. ബിലാൽ റളിയല്ലാഹു വിളിക്കും, യാ ബിലാൽ അഖിമിസ്സലാ അരിഹ്ന, ബിലാൽ എഴുന്നേക്കൂ, നമുക്ക് നമസ്കരിക്കാം. നമുക്ക് എന്ത് ചെയ്യാം? നമസ്കാരത്തിലൂടെ സമാധാനം നേടാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ല, ദേഷ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദേഷ്യം വന്നാൽ എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറയണം. പിന്നെയോ, പിന്നെ എന്ത് ചെയ്തു? പിന്നെ പറഞ്ഞു, നമ്മുടെ ബോഡി വണ്ടി റിവേഴ്സ് ഗിയറിലാക്കണം. നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇരിക്കണം. അത് ഗിയറിലിട്ട് കഴിഞ്ഞാൽ മുന്നോട്ട് പോയ പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ ബോഡി ഫുൾ എന്താക്കണം? റിവേഴ്സ് ഗിയറിലേക്ക് ഇടണം. എന്ന് പറഞ്ഞാൽ നിൽക്കുകയാണെങ്കിൽ അവൻ ഇരിക്കണം, ഇരുന്നിട്ട് ക്ഷമ പോയില്ലെങ്കിലോ അവൻ കിടക്കണം, കിടന്നിട്ടും തീർന്നില്ലെങ്കിലോ അവൻ വുളു എടുക്കണം, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം. അവൻ്റെ ആ ദേഷ്യത്തെ മാറ്റിക്കളയാൻ, അവന് സമാധാനം ലഭിക്കാനുള്ള ഏക വഴി, അവസാന വാക്കായി പറഞ്ഞെന്താണ്? അള്ളാൻ്റെ മുന്നിൽ എന്ത് ചെയ്യണം? 2 റക്അത്ത് നമസ്കരിക്കണം. കാരണം അള്ളാൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് ദേഷ്യപ്പെടാൻ പറ്റൂല, അക്ഷമനാകാൻ പറ്റൂല. അവിടെ നിന്ന് ക്ഷമ കിട്ടുള്ളൂ, സമാധാനം കിട്ടുള്ളൂ. അപ്പം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള സഹായത്തിൻ്റെ 2 ഭാഗങ്ങൾ എന്താണ്? ക്ഷമയും നമസ്കാരവുമാണ്. നിസ്കാരമില്ലാത്ത ഒരാൾക്ക് അള്ളാൻ്റെ സഹായം നേടിയെടുക്കാൻ ഒരിക്കലും കഴിയൂല. ഓരോ നമസ്കാരത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഫർദ് നിസ്കാരങ്ങളിൽ ഓരോന്നും എടുത്തു നോക്കിക്കോ, ഓരോ നമസ്കാരത്തിനും ഓരോ പ്രത്യേകതകളുണ്ടെന്നാണ്. അപ്പം അതുകൊണ്ട് ഫർദ് നിസ്കാരം ഒന്നുപോലും മനഃപൂർവ്വം എന്ത് ചെയ്യാൻ പാടില്ല? ഉപേക്ഷിക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന് നമസ്കാരം നിലനിർത്തുന്ന യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരത്തിൻ്റെ വിഷയം പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ ഈ പ്രാർത്ഥന കൂടി പ്രാർത്ഥിക്കണം. അള്ളാഹു നമസ്കാരം നിലനിർത്തുന്നവനാക്കണം എന്നെ മാത്രമല്ല എൻ്റെ മക്കളെയും. പലപ്പോഴും മാതാപിതാക്കൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു പരാതി പറയാറില്ലാണ്, ഉസ്താദ് എൻ്റെ മക്കൾ നിസ്കാരം കറക്റ്റല്ല എന്ന്. പക്ഷേ സഹോദരങ്ങൾ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പരിശ്രമങ്ങൾക്കും അധ്വാനങ്ങൾക്കൊക്കെ എന്തുണ്ട്? ഒരു പരിമിതിയുണ്ട്. അള്ളാഹുവിൻ്റെ തൗഫീഖല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളുടെ വിഷയം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കണം. അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കണം. എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക. നമുക്ക് കഴിയാവുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക. അള്ളാഹു നമുക്ക് നേരെയാക്കി എന്ത് ചെയ്യും? തിരിച്ചു തരും. നോക്കൂ, എന്നിട്ട് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അള്ളാഹു ആരോടൊപ്പമാണ്? ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. അപ്പം അള്ളാഹുവിൻ്റെ സഹായം ആരോടൊപ്പം ഉണ്ടാകുക? ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ മഇയ്യത്ത്, അള്ളാഹുവിൻ്റെ അടുപ്പം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം ക്ഷമിക്കുന്നവരോടൊപ്പം. അള്ളാഹു കൂടെയുണ്ട് എന്ന് പറഞ്ഞത് 2 ആളുകളോടൊപ്പമാണ്. ഒന്ന് അള്ളാഹിനെ സൂക്ഷിക്കുന്നവരും ഒന്ന് അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുന്നവരുടെയും കൂടെ ആരുണ്ടാകും? അള്ളാഹു ഉണ്ടാകും. അപ്പോൾ ദീനിനു വേണ്ടി പരീക്ഷണങ്ങൾ നേരിടാം. കുടുംബത്തിൻ്റെ വിഷയത്തിൽ, സമ്പത്തിൻ്റെ വിഷയത്തിൽ, ജീവിതത്തിലെ ഏത് മേഖലകളിലും എന്തു ചെയ്യാം? പരീക്ഷിക്കപ്പെടാം. എല്ലാവർക്കും ഒരേ പരീക്ഷണമാവില്ല. ചില ആളുകൾ നിൽക്കുന്ന മേഖല ഏതാണോ അതിനനുസരിച്ചായിരിക്കും അള്ളാഹ് എന്ത് ചെയ്യുക? പരീക്ഷണം കൊടുക്കുക.
ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും, അവർ പരീക്ഷിക്കപ്പെട്ടത് പല മേഖലകളിലാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ എന്താണ്, എൻ്റെ പരീക്ഷണം വേറെ ആർക്കും ഇല്ലല്ലോ. പല ആളുകളും പറയാറുള്ളതാണ്, ഞാൻ പരീക്ഷിക്കപ്പെട്ടതുപോലെ വേറൊരാളും എന്ത് ചെയ്തിട്ടില്ല, പരീക്ഷിക്കപ്പെട്ടില്ല എന്ന് പറയും. നമുക്ക് കിട്ടിയ പരീക്ഷണം വേറെ മേഖലയാണ്, മറ്റൊരാൾക്ക് അള്ള കൊടുത്തതോ വേറെ മേഖലയിലായിരിക്കും. അവൻ വിചാരിക്കുന്നത് എന്തായിരിക്കും, ഞാനാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലെന്താണ്, അവനവൻ്റെ പരീക്ഷണം എടുത്തു വെച്ചിട്ട് അവരിങ്ങനെ ഇവാലുവേഷൻ നടത്തും, ഞാനാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത്. അപ്പോൾ പരീക്ഷിക്കപ്പെട്ടവരിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണമുള്ള മനുഷ്യരിലേക്ക് നോക്കിയാലേ നമ്മുടെ പരീക്ഷണം എന്താവുള്ളൂ, ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബലാ മുസീബത്ത് നേരിട്ടവൻ എന്ത് ചെയ്യും എന്ന് നമ്മൾ വിചാരിച്ചു പോകും. നോക്കൂ, അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറയുന്ന ആയത്തേതാണ്. അള്ളാഹു പറയുന്നു, വലാ തഖൂലു, നിങ്ങൾ പറയരുത്. ഖാല യഖൂലു ഖൗൽ, അതിൻ്റെ അമ്രാണ് വലാ തഖൂലു. അമ്ര എന്ന് പറയുന്നത് ബഹുവചന രൂപത്തിലാണ്. നിങ്ങൾ പറയരുത്. ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ. ഖത്തല യഖ്തുലു ഖത്ലൻ, അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ. അംവാത്, മരണപ്പെട്ടവർ എന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്, പറയരുത്. ബൽ അഹ്യാ, അവരാരാണ്, പക്ഷേ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. വലാകിൻ ലാ തശ്ഉറൂൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. അപ്പോൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ധാരണ തിരുത്താണ്. മഹാനായ ഇബ്നുൽ ജൗസി റഹിമുല്ല ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തെ പറ്റി പറയുന്നുണ്ട്. ബദറിലുള്ളവരെയും ഉഹുദിലുള്ളവരെയും, ഈ രണ്ട് യുദ്ധങ്ങളിൽ ശുഹദാക്കളായ ഷഹീദുകളായ ആളുകളെപ്പറ്റി സഹാബത്ത് ഇടക്കിടക്ക് സംസാരിക്കുമ്പോൾ എന്തു പറയും, ബദറിൽ മരിച്ചവർ, ഉഹുദിൽ മരിച്ചവർ എന്ന് പറയുമായിരുന്നു എന്നാണ്. അപ്പം അതിനെ തിരുത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ്, പറയുകയാണ്, അവർ മരണപ്പെട്ടവർ തന്നെയാണ്, പക്ഷെ മറ്റുള്ളവർ മരണപ്പെട്ടതുപോലെയല്ല. പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ടാണ് ഈ ആയത്ത് വിശദീകരിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയാറുണ്ട്, റസൂല് വഫാത്തായി എന്ന് പറയാൻ പാടില്ല. എന്താ പറയാറുള്ളത്, റസൂല് മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പറയാണ്, അങ്ങനെ പറയാൻ പാടില്ല, റസൂല് മരണപ്പെട്ടിട്ടില്ല, റസൂൽ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ് എന്ന് പറയും. ശരിക്കും അങ്ങനെ പറയാൻ പാടില്ല. അതായത് സാധാരണക്കാരായ ആളുകൾ മരണപ്പെടുന്നത് പോലെയല്ല പ്രവാചകന്മാരുടെയും ശുഹദാക്കളുടെയും മരണം. അതിലൊന്നാണ് ശുഹദാക്കളുടെ മരണം എണ്ണി പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ബൽ, ഒരു ധാരണ തിരുത്താൻ വേണ്ടിയാണ് എന്ത് കൊണ്ടുവരിക, ഇടക്ക് അല്ലാഹു ബൽ എന്ന പ്രയോഗം ഉപയോഗിക്കുക. പക്ഷേ എന്നാൽ അങ്ങനെയല്ല, അഹ്യാ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. എല്ലാ തഫ്സീർ പരിശോധിച്ചാലും അവരാദ്യം പറയാറുണ്ട് ഇവർ മരിച്ചിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ, മറ്റ് വിശ്വാസികൾ മരണപ്പെട്ടതുപോലെയല്ല ഇവർ മരണപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്? സൂറത്ത് ആലു ഇമ്രാനിലെ ഒരായത്ത് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് വിശദീകരിക്കണം. സൂറത്ത് ആലു ഇമ്രാനിൻ്റെ 169 ആയത്തെടുക്ക്. 169 അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുകയാണ്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ, അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ മരണപ്പെട്ടവരാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്, വിചാരിക്കരുത്. വിചാരത്തെ തിരുത്താണ്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ അള്ളാഹിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് അള്ളാഹിൻ്റെ അടുക്കൽ എന്ത് കിട്ടുന്നുണ്ട്, റിസ്ക് കിട്ടുന്നുണ്ട്. സ്വഹീഹായ ചില ഹദീസുകൾ, അതിൻ്റെ ഇബാറത്ത്, അതിൻ്റെ അറബി വാചകങ്ങൾ ഞാൻ വായിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഹദാക്കളായ ആളുകളുടെ റൂഹിനെ അള്ളാഹു എവിടെ പ്രവേശിപ്പിക്കുമെന്നാണ്? പക്ഷികളിൽ പ്രവേശിപ്പിക്കുമെന്നാണ്. ഏത് രൂപത്തിലുള്ള പക്ഷി? പച്ച നിറത്തിലുള്ള പക്ഷികളുടെ ശരീരത്തിൽ അള്ളാഹു ശുഹദാക്കളുടെ റൂഹിനെ പ്രവേശിപ്പിക്കുകയും ആ റൂഹിനെ സ്വർഗത്തിൽ പറന്നു നടക്കാൻ, വിരാജിച്ച് നടക്കാൻ വേണ്ടി അള്ളാഹു അഴിച്ചുവിടുമെന്നാണ് ആ പക്ഷികൾ. അപ്പോൾ ആ പക്ഷികൾ എവിടെ ജീവിക്കുന്നുണ്ട്? ആ ശുഹദാക്കളുടെ റൂഹ് സ്വർഗത്തിൽ പക്ഷികളുടെ ശരീരത്തിൽ ജീവിക്കുകയാണ്. എന്നിട്ട് പറയാൻ, അവർ ആ സ്വർഗത്തിൻ്റെ നദികളിൽ നിന്ന് എന്ത് കുടിക്കുന്നുണ്ട്? വെള്ളം കുടിക്കുന്നുണ്ട് ആ പക്ഷികൾ. സ്വർഗത്തിലെ മരങ്ങളിലെ കായ്ക്കനികൾ
അവർ കഴിക്കുന്നുണ്ട്. അങ്ങനെ അവർ യുർസഖൂൻ, ആ റൂഹുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ റിസ്ക് നൽകപ്പെടുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചത് എവിടേക്ക് വരും? അള്ളാഹുവിൻ്റെ അർശിൽ തൂങ്ങിക്കിടക്കുന്ന വിളക്കുകൾക്കുള്ളിൽ, വിളക്കുമാടങ്ങൾക്കുള്ളിൽ അത് വന്ന് കയറുമെന്നാണ്. അള്ളാഹുവിൻ്റെ അർശിൽ തൂങ്ങിക്കിടക്കുന്ന ചെറിയ ചെറിയ കനാദീലുകളിൽ വന്ന് അത് തിരിച്ചു കയറുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് അവർ അള്ളാഹുവിനോട് പറയുമെന്നാണ്, അള്ളാഹുവേ, ഞങ്ങൾക്ക് ഈ ലഭിച്ച അനുഗ്രഹങ്ങളെപ്പറ്റി ഞങ്ങളുടെ കൂടെയുള്ള ആളുകളുണ്ടല്ലോ റബ്ബേ, അവരോട് എന്ത് ചെയ്യണം? ഇത് അറിയിച്ചു കൊടുക്കണമെന്നാണ്. അതാണ് അടുത്ത ആയത്തിൽ അവർ പറയണത്, ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി. അവർക്ക് അള്ളാഹിന്റെ അടുക്കൽ കിട്ടിയ ഫളിലിന്റെ പേരിൽ അവർ എന്ത് ചെയ്യും? ഫരിഹീൻ, ഹാപ്പിയാണ്, സന്തോഷവാനാണ്. വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം. അവർക്ക് ശേഷം അവരുടെ പിന്നിൽ ഇനി വന്നു ചേരാനിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ശുഹദാക്കളായി ഇനി വരാനിരിക്കുന്ന ആളുകൾ, അവരോട് ഈ സന്തോഷവാർത്ത അറിയിക്കാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവുമെന്നാണ്. എന്നിട്ട് പറയും, അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവരുടെ മേൽ യാതൊരു ഭയവും ദുഃഖവും ഉണ്ടാകേണ്ടതില്ല. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് ആരറിയിക്കുമെന്നാണ്? വിശ്വാസികൾ അറിയിക്കുമെന്നാണ്. ഈ ശുഹദാക്കളായ ആളുകൾ അനുഭവിക്കുന്ന ഈ സുഖസൗകര്യങ്ങൾ, അവർക്ക് കിട്ടുന്ന നിഅമത്തുകൾ അല്ലാഹ് വരും തലമുറയെ അറിയിക്കാനാണ് ഈ ആയത്ത് അവതരിപ്പിച്ചതെന്നാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അവരാഗ്രഹിക്കും ഇത് എനിക്ക് ശേഷം, ഞങ്ങൾക്ക് ശേഷം വരുന്നവർക്ക് കൂടി ഇത് അറിഞ്ഞിരുന്നെങ്കിലെന്ന്. അപ്പം അല്ലാഹ് പറയും, പേടിക്കേണ്ട, അത് നമ്മൾ അറിയിച്ചോളൂ. അപ്പോഴാണ് ഈ ആയത്ത് അവതരിച്ചതെന്നാണ്. സൂറത്തു ആലി ഇംറാനിലെ 169 മുതലുള്ള വചനങ്ങൾ. തീർന്നില്ല. അള്ളാഹിനോട് അവർ അടുത്ത വാചകം എന്താണെന്നറിയോ പറയണത്? അടുത്ത റിക്വസ്റ്റ് എന്താണെന്നറിയോ? റബ്ബേ, ഞങ്ങളെ വീണ്ടും എന്ത് ചെയ്യണം? ഒന്ന് ദുനിയാവിലേക്കൊന്ന് മടക്കി അയക്കണം. ശുഹദാക്കൾ ചോദിക്കാൻ, എന്തിനാണ്? കുടുംബത്തോടൊപ്പം ജീവിക്കാനാണോ? അല്ല, ഞങ്ങൾക്ക് ഇനിയും ഒന്ന് ഭൂമിയിലേക്ക് തിരിച്ചുപോയി ഒന്ന് ഷഹീദായി ഒന്നുകൂടി വരണം. കാരണം എന്താ? ശുഹദാക്കൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അവർ ആസ്വദിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഒന്നും കൂടി ഷഹീദായി തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നു. അപ്പം അല്ലാഹ് പറയാണ്, അതിവിടെ നടക്കൂല, അത് നടക്കൂല. കാരണം എന്താ? കതബല്ലാഹ്, അള്ളാഹു നിങ്ങളുടെ വിഷയത്തിൽ എഴുതിയതാണ്, ഇനി തിരിച്ചു പോകാൻ പറ്റൂല. മരിച്ചുപോയൊരു മനുഷ്യന് തിരിച്ചു പോകാൻ പറ്റൂല എന്ന് അല്ലാഹ് ഖദറാക്കിയ കാര്യമാണ്, അള്ളാഹു എഴുതിയതാണ്, അത് മാറ്റാൻ പറ്റൂല. അപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല അവർ അള്ളാഹിനോട് ആവശ്യപ്പെട്ടതും അല്ലാഹ് കൊടുത്ത മറുപടിയും നമ്മളിങ്ങനെ വായിക്കും കേട്ടല്ലോ. സുബ്ഹാനല്ലാഹ്, അവരുടെ ദറജ അള്ളാഹു ഇവിടേക്കാണ് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ബല്ലഹ്യാ, അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ മറ്റ് വിശ്വാസികളെപ്പോലുള്ളവരുടെ അവരുടെ റൂഹുകൾ പോലെയല്ല ശുഹദാക്കളുടെ റൂഹ്. അതുകൊണ്ട് അവർ മരിച്ചു 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 എന്നെന്ത് ചെയ്യരുത്? പറയരുത് എന്നാണ്. അവർ അള്ളാഹിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നുണ്ട്, അവരുടെ റൂഹ് അള്ളാഹുവിൻ്റെ അടുക്കൽ റിസ്ക് നൽകപ്പെടുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി ക്ഷമിക്കുകയും നമസ്കരിക്കുകയും ഇബാദത്തുകൾ ചെയ്യുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ശുഹദാക്കളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ ആ ശുഹദാക്കളോടൊപ്പം ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ കൂടിയിരുത്തം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നാളെ വിശുദ്ധ ഖുർആനിൻ്റെ ആളുകളായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.